നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും. ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുൻപ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. സ്വയം പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധേയനാണെങ്കിലും ഉള്ളതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും. വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെയാകില്ല, എന്നാൽ വിജയിച്ചാൽ എല്ലാ വഴിയും നേരെയാകും. സ്നേഹിക്കുന്ന കുടുംബവും കൈവശമുള്ള സമ്പത്തിൽ സംതൃപ്തിയുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ ഭൂമി സുന്ദരമാകും. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ. ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തർ. ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരർ. വിജയിച്ചവരോട് സൗഹൃദം സ്ഥാപിക്കുകയും അവരോടൊപ്പം പരമാവധി സമയം ചിലവഴിക്കുകയും ചെയ്യുക. എന്നാൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമായി തീരും. ആരെ കേൾക്കണമെന്ന് വിലയിരുത്തുക. മോശമായി സംസാരിക്കുന്നവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് പാഠങ്ങൾ പഠിക്കേണ്ടി വന്നേക്കാം. കൂടെയുള്ളവരെല്ലാം സ്വന്തമെന്ന് കരുതുമ്പോഴും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും സ്വകാര്യതകളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ശിഥിലമാകുന്നത്. വിജയിക്കാനായി പല സൂത്രവാക്യങ്ങൾ പ്രയോഗിച്ചിട്ടും പലരും തട്ടി വീഴുന്നത് ഒറ്റ സൂത്രവാക്യത്തിലാണ്. എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നോ പറയേണ്ട സ്ഥലത്ത് അത് പറയാൻ പഠിക്കുക. നിങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട്. നിങ്ങളുടെ കാലുകൾക്ക് പാദങ്ങളുണ്ട്. എവിടെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ നിയന്ത്രണം മറ്റുള്ളവർക്ക് നൽകരുത്. സന്തോഷം എന്നത് ആരും വാങ്ങിത്തരുന്ന ഒന്നല്ല, നമ്മൾ നേടിയെടുക്കുന്നതാണ്. അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പെരുമാറ്റത്തിലൂടെ, സ്നേഹത്തിലൂടെ, കരുണയിലൂടെ അത് നേടിയെടുക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ്. ഒരു അരയന്നത്തിന് വെളുക്കാനായി സ്വയം കുളിക്കേണ്ടതില്ല. അതുപോലെ നിങ്ങൾ എന്താണോ അതിൽ ഉറച്ചു നിൽക്കുക. സൈക്കോളജി പറയുന്നു, ഒരു വ്യക്തിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളെ വിട്ടുപോകാൻ തീരുമാനിച്ചാൽ ഉറപ്പായും നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും. നന്ദി വാക്കു പറയാൻ മറന്നാലും കുറ്റം പറയാൻ മറക്കില്ല ചില മനുഷ്യർ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.